ഹലോ നമസ്കാരം. ഒത്തിരി പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് കൊല്ലം ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് വന്നോ എന്നുള്ളത്. അപ്പോൾ ഇനി അതിനൊരു വിരാമമായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കൊല്ലം ജില്ലയുടേത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊല്ലം, നെയിം ഓഫ് പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. പിന്നീട് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പ്രിലിമിനറി എക്സാം, അതായത് 28/12/2024, 11/1/2025, 25/1/2025, 8/2/2025 എന്നീ ദിവസങ്ങളിൽ നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിൽ നിന്ന് യോഗ്യത നേടി മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയ ആളുകളുടെ ആ ഒരു രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രിലിമിനറി എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കൊല്ലം ജില്ലയുടേത് കാണുന്നത്. നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് കൊല്ലം ജില്ലയുടേത്. നമുക്കറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാവും എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ വന്ന ജില്ലകളുടെ കട്ട് ഓഫ് മാർക്കൊക്കെ ഏകദേശം കണ്ടു, അതിൻ്റെയൊക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇനി കൊല്ലം ജില്ലക്കാർക്ക് എത്രയാണ് PSC കട്ട് ഓഫ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകാം. ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കും 50.5376. അപ്പോൾ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ച ആളുകളാണ് ഇതിൻ്റെ ഈ ഒരു പ്രിലിംസ് പാസ്സായവരുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കട്ട് ഓഫ് എത്രയാണ്? കൊല്ലം ജില്ലയുടേത് 50.5376. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. മറ്റൊരു അപ്ഡേറ്റ്സും കാണാം. അതുവരേക്കും താങ്ക് യു.